മക്കളെ, നമ്മുടെ ബയോളജിയിലെ അടുത്ത പ്രധാനപ്പെട്ട ചാപ്റ്ററിലേക്ക് നിങ്ങൾ കടക്കാൻ പോവുകയാണ്. ഫോർ ദ കണ്ടിന്യൂറ്റി ഓഫ് ജനറേഷൻ, തലമുറകളുടെ തുടർച്ചയ്ക്ക്. ഈ ഒരു പാഠഭാഗം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. കാരണം നിങ്ങൾക്ക് 9ലും 10ലേക്കൊക്കെ ബേസ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രത്യുൽപാദനം. ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം എന്ന് പറയുന്നത് 2 തരത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് സെക്ഷൽ റീപ്രൊഡക്ഷൻ, അതായത് ലൈംഗിക പ്രത്യുൽപാദനം. രണ്ടാമത്തേത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ, അലൈംഗിക പ്രത്യുൽപാദനം. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. 2 സെക്സ് ഇൻവോൾവ് ആണ്, ഒരു ഫാദർ ഒരു മദർ ഇൻവോൾവ് ആണെങ്കിൽ അതിനെ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നു. അല്ലാതെ ഒരു സിംഗിൾ പാരന്റ് ഡയറക്റ്റായിട്ട് അതിൻ്റെ ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസും ഫിഗേഴ്സും ഒക്കെ നമ്മുടെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ബാക്ടീരിയയിൽ നടക്കുന്ന ഫിഷൻ, ബൈനറി ഫിഷൻ അല്ലെങ്കിൽ ദ്വിവിഭജനം എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ ഒരു കോശം 2ആയിട്ട് വിഭജിക്കുന്ന പോലെ വളരെ ഈസി ആയിട്ടാണ് ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുന്നത്. ഒരു സെല്ല് മുറിഞ്ഞ് 2 പുതിയ സെല്ലുകളായി മാറുന്ന പോലെ. കാരണം ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൊക്കാരിയോട്ടാണ്, ഏകകോശ ജീവികൾ, യൂണിസെല്ലാർ ആണ് അല്ലേ. അപ്പോൾ ആ ഒരു ബോഡി അതേപോലെ മുറിഞ്ഞ് പുതിയതാകുമ്പോഴത്തേക്കും പുതിയ 2 ബാക്ടീരിയകൾ ഫോം ചെയ്യുകയാണ്. ഇനി രണ്ടാമതൊന്നാണ് നമ്മൾ പഠിക്കുന്ന സ്പോർ ഫോർമേഷൻ. ഫംഗസിലൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ കുറേ നാൾ പഴകിയ ബ്രെഡൊക്കെ എടുത്ത് നോക്കുമ്പം അതിൽ ചെറിയ പൊടിയൊക്കെ കാണും, പൂപ്പൽ പിടിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ പൂപ്പൽ എന്ന് പറയുന്നത് ഫംഗസിൻ്റെ സ്പോറുകളാണ് നമ്മൾ കാണുന്നത്. ഈ ഫംഗസും ഇതേപോലെ ചെറിയ ചെറിയ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉള്ള സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ രേണുക്കൾ പടരുന്നത് വഴിയാണ് അവരുടെ ഫംഗസുകൾ എന്ത് ചെയ്യുന്നത്, റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഓരോ സ്പോറുകളും അവരുടെ ഫേവറബിൾ കണ്ടീഷൻ കിട്ടുമ്പോൾ അവിടുന്ന് റീപ്രൊഡ്യൂസ് ചെയ്ത് പുതിയ ഫംഗസുകൾ ഫോം ചെയ്യുന്നു. മൂന്നാമത്തെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ പഠിക്കുന്നത് ബഡ്ഡിങ് ഇൻ ഹൈഡ്ര എന്ന് പറയുന്നത്, മുകുളനം എന്നാണ് പറയുക. ഹൈഡ്രയിലൊക്കെ കേസിൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബഡ് പോലെ, ഒരു ചെറിയ മുട്ട് പോലെ ഒരു ഭാഗം, ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. ആ സ്ട്രക്ചർ പിന്നെ എൻലാർജ് ചെയ്ത് പുതിയൊരു ഹൈഡ്രയായിട്ട് മാറുകയാണ്. പിന്നെ ചിലതെന്ത് ചെയ്യും, അതിൽ നിന്ന് ഡിറ്റാച്ച് ആയിട്ട് പുതിയ ഓർഗാനിസമായി മാറും. ഈ ഈസ്റ്റിലൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ അത് അതിനോട് തന്നെ ജോയിൻ ചെയ്ത് പോവാണ്. അപ്പം ഇങ്ങനെ ഒരു പാരൻ്റ് അല്ലെങ്കിൽ ഒരു സിംഗിൾ പാരൻ്റ് പുതിയ ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നും പറയുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്ലാന്റ്സിലേക്ക് വരുന്നത്. അവിടെ നമ്മൾ ബേസിക് ആയിട്ട് നോക്കുമ്പോഴും അസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കുമ്പോൾ അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് കാണുന്നത് ഫ്ലവർ ആണ്. കാരണം ഒരു പ്ലാന്റിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലവർ ആണ്. അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ബാക്കിയുള്ള ഫങ്ഷൻസും കാര്യങ്ങളും നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ എന്താണ് അസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. ബൈ.